കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും ഗെയിംസും റീൽസും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കൊച്ചു പയ്യൻ റോബോട്ട്സിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ടുഡേ ഹി ഈസ് ദ യങ്ങസ്റ്റ് വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻസ് ഇന്നോവേറ്റീവ് ഫെസ്റ്റിവൽ. വെൽക്കം ദേവദത്ത്. താങ്ക് യു. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണ്. എവിടെയാണ് പഠിക്കുന്നത്, എവിടെയാണ് സ്ഥലം ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. 10th വരെ കടങ്ങൂർ NSS എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. ആൻഡ് ഹയർ സെക്കൻഡറി +1 +2 ഹോളി ക്രോസ് ചേർപ്പങ്കൽ. ഓക്കെ, ഇപ്പം കറന്റ് കൊച്ചിയിൽ ഞാൻ ഒരു റോബോട്ടിക്സിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഐഹബ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഇവിടെ ആൻഡ് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യങ് ഓൺടർപ്രണർ ആണ് അല്ലേ? ഓക്കെ, സോ ഏത് ക്ലാസ്സിലാണ്? കോവിഡ് ടൈമിലാണോ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടോ? അതിനെ പറ്റി ഒന്ന് പറയാമോ? ലൈക്ക് കോവിഡിന്റെ ടൈമിലല്ല, ഞാൻ ഓൾമോസ്റ്റ് 5th ഒക്കെ മുതലേ ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് പണ്ടത്തെ കുഞ്ഞു ചെറിയ റിമോട്ട് കാർസ് അതൊക്കെ തല്ലിപ്പൊട്ടിച്ച് അതിലെ കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ മോട്ടോഴ്സ് ഒക്കെ എടുത്ത് വേറെ കാർ ഉണ്ടാക്കുക, അതുപോലത്തെ കാര്യങ്ങൾ. അതെ അതെ, ലൈക്ക് M4Techന്റെ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. അതിൽ നിന്ന് ഓരോ സാധനങ്ങളും ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, സോ ജിയോ മച്ചാന്റെ M4Techന്റെ അല്ലേ? ഓക്കെ, സോ അതിലുള്ള കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് ആദ്യം ചെയ്തു നോക്കിയത്? ചെയ്തു നോക്കിയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കുറെ വീഡിയോസ് ഉണ്ട്, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഐ തിങ്ക് വാക്യൂം ക്ലീനേഴ്സ് ഉണ്ടായിരുന്നു ആൻഡ് റിമോട്ട് കൺട്രോൾ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോ? 5th പഠിക്കുമ്പോ. ഓക്കെ, നൈസ്. അപ്പൊ എങ്ങനെ വീട്ടില് പേരൻസോ ആരെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ടെക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആരുമില്ല. ബട്ട് അവര് സപ്പോർട്ടായിരുന്നു കാര്യങ്ങൾക്കൊക്കെ. അടിപൊളിയായിരുന്നു. ഇങ്ങനെ പഠിക്കാതെ ഇങ്ങനെ അവരൊന്നും ചെയ്യുന്ന ചീറ്റൊന്നും പഠിക്കാതെ അത് ഇഷ്ടം ഇവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് പഠിക്കുന്ന കാര്യം അത് അവിടെ ഉണ്ട്. അവർക്ക് എപ്പോഴും പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ബട്ട് ബിൽഡിങ്ങിന്റെ കാര്യത്തില് സപ്പോർട്ട് കുറവൊന്നുമില്ലായിരുന്നു. അത് സപ്പോർട്ട്. ഓക്കെ, സോ 5th എടുത്തൊരു ഡിസിഷൻ ആണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം എന്നുള്ളത്? ലൈക്ക് കറക്റ്റ് അങ്ങനെയല്ല. ഞാൻ 5th ലും 6th ലും ഒക്കെ സ്കൂളിൽ സയൻസ് ഫെയർസ് ഒക്കെ ഉണ്ടാവാറില്ലേ? സോ അതിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാല് പുറത്ത് കടയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറയും. ലൈക്ക് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയിട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങുമായിരുന്നു. ആൻഡ് ആ 2 തവണ എനിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല, ഒരു സംഭവം കിട്ടിയിട്ടില്ല. അത് നന്നായെന്ന് ഞാൻ ആക്ച്വലി പറയത്തുള്ളൂ. കാരണം ഞാൻ തന്നെ ചെയ്തൊരു സംഭവം അല്ല. സോ എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയത്തുമില്ല. സോ അതിൽ 2ലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു, ഞാൻ ഇനി ചെയ്യുവാണെങ്കിൽ അത് വർക്കായിക്കോട്ടെ, ഇല്ല വർക്കാവാതിരുന്നോട്ടെ. ബട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തായിരിക്കും ഒരു സംഭവം ലോഞ്ച് ചെയ്യുക എന്നൊക്കെ ഞാൻ ഒരു ഡിസിഷൻ എടുത്തത്. ഓക്കെ, അങ്ങനെ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ചെയ്തത് 7th നിന്നാണ്. അപ്പൊ എപ്പോഴാണ് കംപ്ലീറ്റ്ലി ടെക്കിലേക്ക് വരുന്നത്? കംപ്ലീറ്റ്ലി എന്ന് പറയുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 7th ഹാഫ് ഒക്കെ ആയപ്പോഴേക്കുമാണ് നമ്മുടെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ടൈമിൽ ഞാൻ എല്ലാവരെയും പോലെ തന്നെ ലൈക്ക് ഗെയിമിലേക്കൊക്കെ അഡിക്റ്റഡ് ആയിരുന്നു. ആൻഡ് വീട്ടിൽ ഒത്തിരി ഗെയിമിംഗ് ആയിട്ട് അച്ഛനൊന്ന് വാൺ ചെയ്ത് ലൈക്ക് ഗെയിമൊന്നും കളിക്കണ്ട. അപ്പൊ ഞാൻ എന്തോ ഒരു ഇതിലൂടെ ഫുള്ളി ടെക്കിലേക്ക് ഡൈവേർട്ട് ആകുമായിരുന്നു. യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കാണുന്നു. ആൻഡ് ആ ടൈമിൽ തന്നെ ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഒരു ക്ലാസ് എനിക്ക് സെലക്ഷൻ കിട്ടിയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ നിന്ന് ഒരു പ്രോഗ്രാമിന്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അത് സ്ക്രാച്ചിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ലോജിക്ക് ജസ്റ്റ് ബിൽഡ് ചെയ്യാൻ, പിള്ളേരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ക്ലാസ് ആയിരുന്നു. സോ അവിടെ നിന്നാണ് ആ 7th ഹാഫ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഫുള്ളി പ്രോഗ്രാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്, അറിയാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഇത് പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചില്ലായിരുന്നു. ബട്ട് എന്റെ ഒരു സെയിം ഏജ് ഉള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അമ്മയുടെ വർക്കിംഗ് ലാപ്ടോപ്പ് ആയിരുന്നു. സോ അതായിരുന്നു എന്റെ ഫസ്റ്റ് മെഷീൻ. അത് നല്ല ഓൾഡ് ഒരു ജനറേഷൻ ലാപ്ടോപ്പ് ആയിരുന്നു. ബട്ട് അതിലായിരുന്നു ഞാൻ 10th വരെ വർക്ക് ചെയ്തോണ്ടിരുന്നു, കാര്യങ്ങളെല്ലാം പഠിച്ചു ഒക്കെ. ആണോ? ഇപ്പൊ പുതിയ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിയോ? വാങ്ങി. 10th കഴിഞ്ഞ് ജാർവിസിന്റെ ഓരോ വേർഷൻസ് ആയപ്പോഴേക്കും ലാപ്പ് മാറ്റി. ഓക്കെ, സോ നമുക്ക് ജാർവിസിലേക്ക് കടക്കാം അല്ലെ? അപ്പൊ സ്വന്തമായിട്ട് ഗെയിംസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിൽ ഗെയിംസ് ഒക്കെ ഉണ്ടാക്കിയത്? കുറെ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിലേക്കൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു? ലൈക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ബിൽഡ് ചെയ്താൽ തുടങ്ങിയത് ഫസ്റ്റിലെ. അത് കഴിഞ്ഞ് പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പൈത്തൺ എന്ന് പറഞ്ഞൊരു സംഭവത്തെ പറ്റി മനസ്സിലായത്. ആൻഡ് അതിലേക്ക് ലൈക്ക് കുറെ ലാംഗ്വേജസ് ഉണ്ട്, ബട്ട് പൈത്തണിലേക്കാണ് എനിക്ക് ഇൻട്രസ്റ്റ് പോയത്. ആൻഡ് പൈത്തൺ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ബേസിക്കലി നല്ല സ്റ്റാർട്ട് ചെയ്തത്. ഐ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ചെയ്യലെന്ന് ഞാൻ എല്ലായിടത്തും പറയാറുള്ളൂ. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് അതുകൊണ്ട് ഞാൻ വേറെ പ്രൊജക്ട്സ് ചെയ്ത് വന്നപ്പം എനിക്ക് ബേസിക്കലി എന്താണ് ആഡ് ചെയ്യേണ്ടത്, അത് റിയൽ ലൈഫിൽ എവിടെ യൂസ് ചെയ്യാന്നൊക്കെ കുറച്ചുകൂടെ മനസ്സിലായി. ബട്ട് സ്റ്റിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് ഞാൻ പഠിച്ചു വന്ന് അല്ലേ മൊത്തത്തില്? യെസ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലെ റോബോട്ടിനെ ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചിട്ട് തുടങ്ങിയതാണോ? എങ്ങനെയാണ് അതിനോടൊരു ഇഷ്ടം വന്നത്? റോബോട്ടിക്സിന്റെ അടുത്ത് അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. ബട്ട് പണ്ടത്തെ മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുക, മെഷീൻസിന്റെ പുറകിൽ എന്താന്ന് നടക്കുന്ന ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിള്
ഒരു ക്യൂരിയസ് ആയിരുന്നു എപ്പോഴും എന്താണെന്നറിയാൻ. സോ അങ്ങനെ എങ്ങനെയോ റോബോട്ട് എന്ന ഇതിലേക്ക് വരുമായിരുന്നു. ജാർവിസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ റോബോട്ടിനെ ഞാൻ കാണുന്നത് കേരള ഇന്നോവേറ്റേഴ്സ് ഫെസ്റ്റിവൽ വെച്ചിട്ടാണ്. അതിലോട്ടുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു ആ ഒരു പ്രോഗ്രാമിലേക്ക്? ഓക്കെ, കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവലിലേക്ക് വരുമ്പം എനിക്ക് 10th പഠിക്കുമ്പം YIP യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു. സോ അതിലേക്ക് സെലക്ഷൻ കിട്ടി. അത് ഓരോ റൗണ്ട്സ് ആയിട്ടാണ് പോയെ. ലൈക്ക് 1 year 2 year ഗ്യാപ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈച്ച് റൗണ്ടിലും ഇടയ്ക്ക്. സോ അതിൽ നിന്നായിരുന്നു എനിക്ക് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. സോ അതിൽ നിന്ന് അവര് കേരള ഇന്നോവേഷൻ പ്രോഗ്രാമിൽ പ്രൊഡക്റ്റ് ഷോക്കേസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു ജാർവിസിനെ. സോ ജാർവിസ് ആയിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ്? നോ, ജാർവിസ് ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലായിരുന്നു. ഞാൻ അതിന് മുമ്പേ ചെറിയ ചെറിയ റോബോട്ട്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഓൾമോസ്റ്റ് 8th പഠിക്കുമ്പോഴൊക്കെ ആ ടൈമിലും കോവിഡ് തന്നെയായിരുന്നു. സോ അപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ലൈക്ക് ഹ്യൂമൻ ഫോളോയിങ് റോബോട്ട്, നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പം നമ്മുടെ ഒരു കാർ പോലെ ആയിരിക്കും നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്ന റോബോട്ട്സ്, അതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു റോബോട്ട്സ് ഒക്കെ തുടങ്ങിയിട്ടാണ് ജാർവിസിലേക്ക് വന്നത്. അലക്സനെ പോലെ എന്തോ ഒരു സാധനമൊക്കെ ലൈക്ക് അത് ഫസ്റ്റ് ജാർവിസിന് പകരം അലക്സ പോലെ ഒരു മോഡലായിരുന്നു ഞാൻ തുടങ്ങിയത്. സ്റ്റാർട്ട് 9th പകുതിയൊക്കെ ആയപ്പം അലക്സ പോലെ ഒരു മോഡലിനെ ബിൽഡ് ചെയ്തു. ലൈക്ക് അലക്സ എന്ന് തന്നെ പേരൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും തിരിച്ചു പറയുന്നത്. അപ്പം ക്ലാസ് ഒക്കെ തുടങ്ങിയായിരുന്നു 9th ആയപ്പം. ആ ടൈമില് ഞാൻ ഇതുപോലെ ബിൽഡ് ചെയ്തിരുമ്പം എക്സാമിലൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ ലൈക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണം, ടെക് പഠിക്കണം എന്നൊക്കെ ആയിരുന്നു അപ്ലൈ ഇൻട്രസ്റ്റ്. ഞാൻ ചോദിക്കാൻ വരുന്നത് ലൈക്ക് എങ്ങനെയായിരുന്നു പേരൻസിന്റെയും ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെയും ടീച്ചേഴ്സിന്റെ ഒക്കെ റിയാക്ഷൻ ഇതിലേക്ക് ഫുള്ളി നടക്കുന്ന സമയത്ത്? ലൈക്ക് എക്സ്പെഷ്യലി ആ ടൈമിൽ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കണം എന്നൊക്കെ ആയിരുന്നു. ലൈക്ക് സ്കൂളിൽ പഠിക്കണം ആൻഡ് അത് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. ആൻഡ് ഞാൻ ഈ അലക്സയുടെ ഈ വേർഷൻ ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ടീച്ചർ ഇങ്ങനെ ഇത് പറയുകയും ചെയ്തു, ലൈക്ക് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നീ സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കണം, എക്സാമിന് നല്ല മാർക്സ് ഒക്കെ വാങ്ങണം എന്ന്. സോ അത് കഴിഞ്ഞ് ഞാൻ നിർത്തിയില്ല. ഞാൻ പിന്നെയും ഇതിനെക്കുറിച്ച് തന്നെ നോക്കാൻ തുടങ്ങി. 10th ജാർവിസിന്റെ ഒരു അസിസ്റ്റന്റ് വേർഷൻ ഉണ്ടാക്കി, ലൈക്ക് ഫസ്റ്റ് വേർഷൻ. അത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റുന്ന, ലൈക്ക് ഞാൻ പ്രീ ഡിഫൈൻ ചെയ്ത് കൊടുത്തു, അത് നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഒരു കെമിസ്ട്രി ടീച്ചർ എനിക്ക് ഒരു സജഷൻ തന്നു, ലൈക്ക് എന്തുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും പറയുന്ന രീതിയിലാക്കത്തില്ല എന്നൊരു സജഷൻ. ലൈക്ക് ഞാനും അപ്പം ചിന്തിച്ചു, ശരിയാണല്ലോ, നമ്മൾ മനുഷ്യരെ സംസാരിക്കുന്ന പോലെ ഇതിന് നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റത്തില്ലേ എന്ന് ഒരു തിങ്ക് വന്നു. അതാണ് ഒരു AI എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ ആ 10th പഠിക്കുമ്പോഴാണ്. അന്ന് തൊട്ട് ഞാൻ പിന്നെ AI എന്താന്ന് മനസ്സിലാക്കി വന്നു. AIയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു ആൻഡ് അതിനെ ജാർവിസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു. എൻ്റെ ഒരു ഫുള്ളി ഫങ്ഷണൽ അസിസ്റ്റന്റ് ആയി. സോ എനിക്ക് കേരളം ആ ടൈമില് 10th പഠിക്കുമ്പോൾ സയൻസ് ഫെയറിൽ സ്റ്റേറ്റിന് 3rd ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് 10th എക്സാമിനൊക്കെ തൊട്ട് മുമ്പ്, ഐ തിങ്ക് 2 months മുമ്പ്, SSLCക്ക് 2 months മുമ്പ് സൗത്ത് ഇന്ത്യൻ ഇൻവിറ്റേഷൻ വരുമായിരുന്നു സ്കൂളിലേക്ക്. ഞങ്ങൾ കഴിഞ്ഞോർത്തിരിക്കുമായിരുന്നു പ്രോഗ്രാംസ് എല്ലാം. അപ്പൊ തിരിച്ച് പേരൻസും എല്ലാവരും എഡ്യൂക്കേഷനിലേക്ക് മാറിയായിരുന്നു. ഇതിലേക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പോണം, ഇതും വെച്ചോണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞ്. ബട്ട് സ്റ്റിൽ എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് വന്നു. അപ്പം ഇതിലേക്ക് തന്നെ പിന്നെ വന്നു. ആൻഡ് അതില് പങ്കെടുക്കാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ അതിന്റെ ഒരു? അത് അടിപൊളിയായിരുന്നു. കുറെ ആൾക്കാരെ കാണാനൊക്കെ പറ്റി, മീറ്റ് ചെയ്യാനൊക്കെ പറ്റി. ആൻഡ് സൗത്ത് ഇന്ത്യൻ ലെവലാണ്. സോ സൗത്ത് ഇന്ത്യനിലുള്ള കുറെ പേര് ഐഡിയാസ് ഒക്കെ കാണാനൊക്കെ പറ്റും. സോ ഇൻഫോസിസിന്റെ ഓണർ ഒക്കെ വന്നിട്ട് ജാർവിസിനെ മീറ്റ് ചെയ്തു, കൂടെ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ലൈക്ക് സാർ വന്നിട്ട് യങ് ഇന്നോവേറ്റർ ആണല്ലോ, എങ്ങനെ ഇതിലേക്ക് വന്നത്, എങ്ങനെ എത്തിയതെന്നൊക്കെ ചോദിച്ചു. ആൻഡ് ജാർവിസിനോട് കുറെ ഇന്ററാക്ട് ചെയ്തു, ഷെയ്ക്കാനൊക്കെ വാങ്ങിച്ചു. ജാർവിസിന്റെ അടുത്തുനിന്ന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നത്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല സാർ വരുമായിരുന്നു കാണുമെന്ന്. എന്തായിരുന്നു ജാർവിസ് ഉണ്ടാക്കുമ്പം ഇയാളെ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു ചാലഞ്ച്? ലൈക്ക് മെയിൻലി ഞാൻ 10th പഠിക്കുമ്പോഴാ ഇത് ചെയ്യാനൊക്കെ ഫോക്കസ്ഡ് ആയത്. സോ എക്സാം എല്ലാരും SLC അതാണ് ഇതിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ബട്ട് ഞാൻ അതില് ലൈക്ക് SLC ആ ടൈമിൽ മാത്രമേ ഞാൻ സ്കൂളിലെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. എക്സാമിന്റെ ടൈമിൽ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഫുള്ള് ഞാൻ ഹാപ്പി ആയിരുന്നു റിസൾട്ട് ഒക്കെ? ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഫുള്ള് 8A+ സംതിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ലായിരുന്നു. 18ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ലൈസൻസ് എടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലുള്ള ഒരു പ്രായത്തില് ഇവിടെ റോബോട്ടിനെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. സോ എന്ത് പറയുന്നു ഇപ്പൊ ടീച്ചേഴ്സും അന്ന് തള്ളി പറഞ്ഞ ഫാമിലിയെ, ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും റിയാക്ഷൻ ഇപ്പൊ എന്താണ്? അടിപൊളിയാണ്. തള്ളി പറഞ്ഞൊന്നുമില്ല, അവരല്ലെങ്കിലും ഒരു ഇതിൽ നിപ്പുണ്ടായിരുന്നു. ബട്ട് അത് ഫാമിലീസിൽ ഇപ്പം മാറി. ഞാൻ പേരൻസിന്റെ ഒക്കെ മാറ്റി, അവര് ഫുൾ സപ്പോർട്ടാണ്. ലൈക്ക് ഞാനിപ്പോ ഓൺലൈൻ ആയിട്ടാണ് ഡിഗ്രി ചെയ്യുന്നത്, കോളേജ് പോകുന്നില്ല, ഓൺലൈനായിട്ട് അമിറ്റിയില് ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ സപ്പോർട്ടാണ്. ആൻഡ് എന്റെ സ്റ്റാർട്ടപ്പ് ജേണിക്കാണെങ്കിലും അതിന് നല്ല സപ്പോർട്ടാണ്. ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഇല്ല, കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ. ഓൾസോ
എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാതയിലൂടെ അല്ല ദേവദത്തിന്റെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോകുന്നത്. സോ എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി ദേവദത്തിന്റെ ഒരു ഒപ്പീനിയൻ? ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഫുള്ളി ബ്രോക്കൺ സിസ്റ്റം ആണ് കറന്റ്ലി. ലൈക്ക് നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കുന്നു, ഫുള്ളി തിയററ്റിക്കൽ ലേണിംഗ് ആണ്, ആൻഡ് മെയിൻലി ഔട്ട്ഡേറ്റഡ് സിലബസ് ആണ് നമ്മുടെ ഇപ്പം പിള്ളേരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് ലൈക്ക് ഫ്യൂച്ചറിൽ ഒന്നും ആവാൻ പറ്റില്ല, ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ലൈക്ക് AI ഒക്കെ വരുമ്പോൾ തന്നെ എന്തായാലും കുറേ ജോബ്സ് റീപ്ലേസ് ചെയ്യും. ലൈക്ക് ഇപ്പം സ്റ്റുഡൻസ് പഠിക്കുന്ന പകുതി ജോബ്സും അന്ന് കാണില്ല. ആ ഒരു 2-5 yearsനുള്ളിൽ എന്തായാലും റീപ്ലേസ്ഡ് ആവുമായിരിക്കും. സോ ദേ ആർ സ്റ്റഡിങ് ഫോർ എ ജോബ് ദാറ്റ് ഡോണ്ട് ഈവൻ എക്സിസ്റ്റ് ഇൻ ദാറ്റ് 3 to 5 years അല്ലേ? യെസ്. എന്താണ് ദേവദത്തിന്റെ ഏജിലുള്ള അല്ലെങ്കിൽ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആളൊന്നും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ജസ്റ്റ് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക മെയിൻ ആയിട്ട്. എനിക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റും, ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ എന്തായാലും എല്ലാവർക്കും പറ്റും. സോ അവരുടെ ജസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സിലുള്ള മാത്രം നോക്കാതെ അവരുടെ സ്കില്ല് എന്താണോ അതുമായിട്ട് മെയിൻലി ഫോക്കസ് ചെയ്ത് പോവുക, ആ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യുക, അപ്പ് സ്കില്ല് ചെയ്ത് പോവുക, എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ടച്ച് വരുത്തുക. അതൊക്കെയാണ് ലൈഫ്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യത്തിനും ബെസ്റ്റ് വിഷസ് നേരുന്നു. താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം. താങ്ക് യു.